കാനഡയിലുള്ളവർ ഒരു PR കിട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം, അതായത് AIP എന്ന് പറയുന്നത്. കാരണം അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴി ഒത്തിരി പേർക്കാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് PR കിട്ടുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ടാണ് AIPക്ക് ഇപ്പോൾ ഇത്രയധികം ഡിമാൻഡുള്ളത്. എന്നാൽ 2026 കുറച്ചധികം മാറ്റങ്ങൾ ഈ അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും മേജറായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ 2026 അലോക്കേഷൻ നമ്പറിൽ ഗണ്യമായിട്ട് കുറവുണ്ടായി എന്നുള്ളതാണ്. ഈ 2025 ഏകദേശം 5000 പേർക്കായിരുന്നു ഒരു അലോക്കേഷൻ അവർ പ്രഖ്യാപിച്ചെങ്കിൽ 2026 ആയപ്പോഴത്തേക്ക് ഏകദേശം 1000 പേരുടെ എണ്ണം കുറച്ചിട്ട് അതൊരു 4000 അവർ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. ഈ നമ്പറിലെ ഒരു കുറവെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും കോമ്പറ്റീഷൻ കൂടി എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തായിട്ട് ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഒരു വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2026 ഒരു AIP വഴി അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഏകദേശം $3800 കനേഡിയൻ ഡോളറാണ്. അതേസമയം 2025 അത് $3600 കനേഡിയൻ ഡോളറായിരുന്നു. 2026 അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പ്രോഗ്രാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മെയിനായിട്ട് 4 കാറ്റഗറി ജോബിനായിരിക്കും. ഒന്നെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിങ്, അതേപോലെ തന്നെ ടെക് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ജോബ്സിനൊക്കെ ആയിരിക്കും ഈ 2026 അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്. അതിൽ തന്നെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹെൽത്ത് കെയറും കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഫീൽഡിലുള്ളവർക്കായിരിക്കും. അതേസമയം നോവ സ്കോഷ്യ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹെൽത്ത് കെയർ, സോഷ്യൽ അസിസ്റ്റൻസ്, കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ ഇൻ ഡിമാൻഡായിട്ടുള്ള കുറച്ച് എനർജി സെക്ടറിലും അതേപോലെ തന്നെ ടെക് ജോലി ചെയ്യുന്ന ആൾക്കാർക്കുമായിരിക്കും. അതേസമയം ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറഞ്ഞ പ്രൊവിൻസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻ ഡിമാൻഡ് ഒക്യുപ്പേഷനിൽ വരുന്ന ജോബുകൾക്കായിരിക്കും. ആ ലിസ്റ്റ് ഓൾറെഡി അവർ AIPയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതുമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ വരുന്നതിനകത്ത് ICT അല്ലെങ്കിൽ അക്വാകൾച്ചർ തുടങ്ങിയ ജോബുകൾക്കൊക്കെ ആയിരിക്കും. അതേസമയം തന്നെ ന്യൂ ബ്രൻസ്വിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 2025 അവരുടെ പ്രോഗ്രാം ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചേക്കുവാണ്. 2026 ആ പ്രോഗ്രാം അവർ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് ഇനി പുതിയ അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. പുതിയൊരു കാനഡ അപ്ഡേറ്റുമായിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.